കോൺടാക്റ്റിലുപരി നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കൊടുക്കണം. ആ ഫസ്റ്റ് കസ്റ്റമർ ത്രൂ നിങ്ങൾക്ക് റെഫറൻസ് കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ റെഫർ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് മാർക്കറ്റിൽ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആളുകളെ കണക്ട് ചെയ്ത് അതെ അങ്ങനെ നല്ല രീതിയിലുള്ള റെഫറൻസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുവഴി നമുക്ക് ഇപ്പോഴും റെഫറൻസ് ഇനീഷ്യലി കസ്റ്റമേഴ്സ് റെഫർ ചെയ്ത ആളുകൾ ഇപ്പോഴും നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ റെഫറൻസ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാണ്. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചാൽ പ്രൊഡക്റ്റ് അത്രയും വാലിഡ് ആണ്. റെഫറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു കോൺടാക്ട് കീപ്പ് ചെയ്യും വേണം. അതെ, കോൺടാക്റ്റിലുപരി നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കൊടുക്കണം. അവർ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഓൺ ടൈം കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ മാത്രമാണ് തീർച്ചയായും റെഫർ ചെയ്യുള്ളൂ. മറ്റൊന്ന് റെഫർ ചെയ്ത് അത്രയും പവർഫുൾ ആവണം. അതെ. മറ്റെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേരും കൂടി ഒരിക്കലും മോശമാക്കാൻ ഒരിക്കലും ഞാൻ താല്പര്യപ്പെടില്ലല്ലോ. അപ്പൊ ഞാൻ അത്രയും വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സാധനം മാത്രമേ വേറെ ആൾക്ക് റെഫർ ചെയ്യുള്ളൂ. കാരണം എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവാൻ പാടില്ല. പേഴ്സണലി ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ബി എന്ന് പറയുന്ന ആൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അത്രയും എനിക്ക് ഹെൽപ്ഫുൾ ആവണ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ആയിരിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ബി എന്ന് പറഞ്ഞ ആൾക്ക് എ റെഫർ ചെയ്യുള്ളൂ. അപ്പം അതുപോലെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മുടേത്. അതുകൊണ്ടാണ് ആ റെഫറൻസ് കാര്യങ്ങൾ ഇനിഷ്യലി നമുക്ക് കിട്ടിയത്.